പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 2:4 തിരുവചനം പറയുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അപ്പോൾ ദൈവം നമ്മോട് അതിയായ കരുണ കാണിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ കരുണയെ നാം ഗൗരവത്തിൽ എടുക്കാറുമില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അനുതാപം വഴി നാം രക്ഷ പ്രാപിക്കും. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയെ നാം നിസ്സാരമാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എല്ലാവരും പാപം ചെയ്തവരാണ്, എല്ലാവരും അനുതപിക്കേണ്ടവരുമാണ്. അനുതപിക്കുവാനുള്ള അവസരവും സമയവും നമുക്ക് കർത്താവ് തരുന്നുണ്ട്. നാം എത്ര വലിയ പാപം ചെയ്താലും അവയെല്ലാം ക്ഷമിക്കുവാൻ ദൈവം സന്നദ്ധനുമാണ്. നാം അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമ്മുടെ ചിന്താഗതിയും ജീവിത രീതിയും മാറ്റണം. നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അതിയായ സന്തോഷം ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അനുതപിക്കാൻ നമുക്ക് ദൈവം സമയം തരുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിനരികിൽ അത്തിമരം വച്ചു പിടിപ്പിച്ച കൃഷിക്കാരൻ്റെ ഉപമയിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. കായ്ക്കാത്ത അത്തിമരത്തെ ഓർത്ത് സങ്കടപ്പെടുന്ന കൃഷിക്കാരൻ എന്നാലും വീണ്ടും അതിനവസരം കൊടുക്കുകയാണ്. ചുവട് കിളച്ച് വളവും നൽകുകയാണ്. കാത്തിരിക്കുകയാണ്. അടുത്ത വർഷം അതിന്മേൽ കായ്ക്കൽ ഉണ്ടായേക്കാം എന്ന ചിന്തയോടെ നമുക്ക് അനുദപിക്കാൻ ദൈവം സമയം തരുന്നുണ്ട്. തക്ക സമയത്ത് അനുദപിക്കുന്നില്ല, അതിനാൽ നശിപ്പിക്കാം, വിധിച്ചേക്കാം എന്നൊന്നും കർത്താവ് കരുതുന്നില്ല. കുറേ കൂടി നമുക്ക് സമയം തരികയാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അനുദപിക്കുവാൻ സമയം തരികയാണ്. അത് ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ട് വേണം നാം കാണാനായിട്ട്. യേശയ്യ 1:18 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. നമുക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാം, അനുദപിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കാം, സുവിശേഷമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.